നമ്മളെല്ലാവരും പറയാറുണ്ടല്ലേ, തിരക്കാണ് ഒന്നിന് സമയമില്ല എന്ന്. പക്ഷേ ജോലി തിരക്കിനിടയിലും ജൈവ പച്ചക്കറി കൃഷിയുടെ പ്രാധാന്യം പകർന്നു നൽകുകയാണ് മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജു. ക്വാർട്ടേഴ്സിന് സമീപം തരിശു കിടന്ന ഭൂമിയിലാണ് ഇദ്ദേഹം കാന്താരി മുളക് മുതൽ ക്യാരറ്റും ക്യാബേജും വരെ വിളയിച്ചത്. വലിയ തിരക്കും ഉറക്കമില്ലാത്തവരുമാണ് മൂന്നാറിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. എന്നാൽ ആ തിരക്കുകൾക്കിടയിലൊക്കെ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുകയാണ് മൂന്നാറിലെ റേഞ്ച് ഓഫീസറായിട്ടുള്ള എസ് ബിജു. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. അപ്പോൾ ബിജു സാറിൻ്റെ ക്വാർട്ടേഴ്സിനോട് ചേർന്നുള്ള സ്ഥലമാണ്. ഒട്ടും സ്ഥലം കളയാതെ ഇവിടെ നല്ല സമൃദ്ധമായിട്ട് ജൈവ രീതിയിൽ പച്ചക്കറികൾ വിളഞ്ഞു നിൽക്കുകയാണ്. രാവിലെ തന്നെ പണികൾ ആരംഭിച്ചു അല്ലേ? തിരക്കുകൾക്കിടയിലും കുറച്ച് സമയം രാവിലെ ഒരു അരമണിക്കൂർ മാറ്റി വെക്കും ഇതിനു വേണ്ടിയിട്ട് മാത്രം. ഈ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് അല്ലേ? ജൈവ കൃഷി പിന്നെ നമ്മുടെ ജോലി നല്ല തിരക്കാണല്ലോ, അപ്പോൾ നമുക്കൊരു റിലാക്സേഷൻ അതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഒരു വിനോദം പോലെ കൊണ്ട് നടക്കും, ഇത്രേ ഉള്ളൂ. കൃഷിയോട് പണ്ട് മുതലേ താല്പര്യമുണ്ടോ? നമ്മളെല്ലാം കൃഷിയാണല്ലോ, നമ്മുടെ എല്ലാം ബേസ് അടിസ്ഥാനം കൃഷിയാണല്ലോ. ഞാൻ ബേസിക്കലി ഒരു കാർഷിക കുടുംബത്തിലെ ആളായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഈ കൃഷി അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും ജോലി ചെയ്ത എല്ലാ സ്ഥലത്തും ഈ കൃഷി, ചെറിയ പൂന്തോട്ടം, ഇതൊക്കെ എല്ലായിടത്തും പിന്തുടർന്നിട്ടുണ്ട്, ഇപ്പോഴും പിന്തുടരുന്നു. ഏതൊക്കെ ഐറ്റമാണ് സാർ ഇവിടെ കൃഷി ചെയ്ത്? ഇപ്പോൾ ഇവിടെ ക്യാബേജ് ഉണ്ട്, ഇത് ബ്രോക്കോളി, ഒരു 4-5 സൈസ് ചീരയുണ്ട്, പിന്നെ പച്ചമുളക്, വഴുതനം, മത്തയുണ്ട്, അങ്ങനെ മിക്കവാറും ക്യാരറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇതെല്ലാം പിന്നെ ഇവിടെ കുറ്റി ബീൻസ് ഉണ്ട്, പിന്നെ വെളുത്തുള്ളി, 2 വെളുത്തുള്ളി ഉണ്ട്, ചുവന്നുള്ളി, അതിൻ്റെ എല്ലാം കൃഷിയുണ്ട്. ഇതെല്ലാം വെളുത്തുള്ളിയാണ്. ഇതിന് പ്രത്യേകിച്ച് മറ്റു രീതിയിലുള്ള വളമൊന്നുമില്ല. ഇല്ല, ചാണകം ഇടുന്നുണ്ട്, ജൈവവളങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ജൈവ കീടനാശിനികൾ വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതും സർട്ടിഫൈഡ് ജൈവ കീടനാശിനികൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതുപോലെ മറ്റെല്ലാവർക്കും ഈ കൃഷി രീതി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊരു സന്ദേശം കൂടിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.